ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന പച്ചത്തേങ്ങയും പെരിഞ്ചീരകവും കൂടെ അരച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിലെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതാദ്യം നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കടല ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ നടുകീറി വെച്ചതാണ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 8 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി കടല ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലും വരുത്തിയിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കടലക്കറിയിലോട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് 1 കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പെരിഞ്ചീരകം മുഴുവനോടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പൊടിയാണുള്ളത്, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഈ പാത്രം വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് വഴച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. കടലയിൽ നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ച ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ റോസ്മെല്ലൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ റോസ്മെല്ലെല്ലാം ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച ശേഷം ഇതൊന്ന് ബോയിലായി വരണം. ഇപ്പോൾ എല്ലാം കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരച്ച് വെച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അതേ പാത്രത്തിൽ അല്പം വെള്ളം ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ബോയിലായി വരണം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കടലക്കറിയിൽ ഞാൻ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് തക്കാളി ചേർത്ത് കൊടുക്കാതെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. നമുക്കിതൊന്ന് നന്നായി ബോയിലാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സിമ്മിൽ വെച്ചിട്ട് ഒരു 1 മിനിറ്റ് കൂടെ ഇങ്ങനെ ഒന്ന് തിളയ്ക്കണം. അപ്പോഴേക്കും ഇതെല്ലാം കൂടെ മിക്സായി നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 1 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ കറിയെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കടലക്കറി എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. സാധാരണ നമ്മൾ വറുത്തരച്ചെല്ലാം വെക്കുന്നതിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഈ രീതിയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്